തന്ത്രി കണ്ഠരര് രാജീവരെ റഡാറിലാക്കാൻ ഇഡി. തന്ത്രി പണം നിക്ഷേപിച്ച സ്ഥാപനത്തിൽ പരിശോധന. തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിലാണ് പരിശോധന. കേരള കോൺഗ്രസ് എം മുൻ ജില്ലാ പ്രസിഡന്റും ഉടമയുമായ NM രാജുവിന്റെ വീട്ടിലടക്കമാണ് പരിശോധന നടക്കുന്നത്. എസ് രാഗിനാണ് വിവരങ്ങളുമായി ചേർന്നത്. രാഗിൻ, ഈ തന്ത്രിയുടെ നിക്ഷേപം 2.5 കോടിയോളം രൂപയല്ലേ? അതുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകിയിരുന്നതാണ്. വലിയ സംശയം, എങ്ങനെയാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണമൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ സ്ഥാപനം, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ വരുന്നത്. പൂട്ടിപ്പോയ സ്ഥാപനമാണ്, എന്നിട്ട് പോലും ഒരു പരാതിയും നൽകിയിരുന്നില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയായതാണ്. EDയുടെ നീക്കം ഇതിലെങ്ങനെയാണിപ്പോൾ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് തിരുവല്ലയിലും അതോടൊപ്പം തന്നെ ഈ NM രാജുവിൻ്റെ വീട്ടിലുൾപ്പെടെ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് SIT ചെയ്തിരുന്നു. അതിനുശേഷം ചില വിവരങ്ങൾ സുപ്രധാനമായി പുറത്തു വന്നിരുന്നു. അതായത് തന്ത്രി കണ്ഠരര് രാജീവര് ഒരു സ്വകാര്യ ബാങ്കിൽ പണം നിക്ഷേപിച്ചിരുന്നെന്നും 2.5 കോടിയോളം രൂപ അത് ഉണ്ടായിരുന്നെന്നും അത് ആ ബാങ്ക് പിന്നീട് പൂട്ടിപ്പോയെന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ബാങ്കിലാണ് തന്ത്രി പണം നിക്ഷേപിച്ചു എന്ന് പറയുന്നത് എന്നതാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ആ ഘട്ടത്തിൽ ഇപ്പോൾ ED പരിശോധന നടത്തുന്നത് ആ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പേരുടെ പണം പോയിട്ടുണ്ട്. 152 ശാഖകൾ ഈ സ്വകാര്യ ബാങ്കിനുണ്ടായിരുന്നു. അവിടെ നിക്ഷേപ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന്റെ ഉടമ NM രാജു മുൻപ് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവൊക്കെയായിരുന്നു. പിന്നീട് അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നതൊക്കെയാണ് മനസ്സിലാക്കുന്നത്. NM രാജു ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റും അന്ന് പോലീസ് നടത്തിയിരുന്നു. സാധാരണഗതിയിൽ ഇത്തരം നിക്ഷേപ തട്ടിപ്പ് കേസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നത് സ്വാഭാവികമാണ്. പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിൽ ചുവടുപിടിച്ച് ED കേസ് മുന്നോട്ട് നീക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെയുള്ളൊരു കാര്യം, തന്ത്രി കണ്ഠരര് രാജീവര് പണം നിക്ഷേപിച്ച ബാങ്കാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരശേഖരണവും സ്വാഭാവികമായിട്ടും ED നടത്തും. അന്ന് തന്ത്രി കണ്ഠരര് രാജീവരടക്കം വ്യക്തമാക്കിയിരുന്നത്, SITയോട് പറഞ്ഞിരുന്നത് 2.5 കോടിയോളം രൂപ നിക്ഷേപിച്ചു എന്നതാണ്. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിൽ അത് പറഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് പരാതിയൊന്നും നൽകിയിരുന്നില്ല എന്ന വിവരങ്ങൾ കൂടി വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു റെയ്ഡ് നടക്കുമ്പോൾ ആ പശ്ചാത്തലവും കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഒന്ന്, മറ്റൊരു കേസ് എന്ന നിലയിലാണ് ED ഈ റെയ്ഡ് നടത്തുന്നതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണവും സ്വാഭാവികമായിട്ടും ED നടത്തും. ആ വിവരശേഖരണം ഇതിൽ വളരെ സുപ്രധാനവുമാണ്. ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ലിങ്ക് ചെയ്യുന്ന ഒരു കാര്യവും ഇതിന്റെ ഭാഗമായി വരികയും ചെയ്യും. എന്തായാലും നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പിലാണ് ഇപ്പോൾ ED റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ തുടങ്ങിയ റെയ്ഡാണ്. തിരുവല്ല മേഖല കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങളിലടക്കം EDയുടെ പരിശോധന ഉണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് പോലീസ് നടത്തിയതാണ്. ED അതിലേക്ക് വരുന്നു. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടന്ന നിക്ഷേപ തട്ടിപ്പ്, അതിന്റെ കള്ളപ്പണം ഉൾപ്പെടെയുള്ള ഇടപാടുകൾ പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ തന്ത്രി കണ്ഠരര് രാജീവര് ഇങ്ങനെ ഒരു സ്വകാര്യ ബാങ്കിൽ, തിരുവല്ലയിലെ സ്വകാര്യ ബാങ്കിൽ പണം നിക്ഷേപിച്ചു എന്ന വിവരം നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. ആ ബാങ്കുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയിരുന്നു. ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ 2 ബാങ്കും ഒന്ന് തന്നെയാണെന്നാണ്. പക്ഷേ റെയ്ഡിന് അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കല്ല, തങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് എന്നാണ് ED വിശദീകരിക്കുന്നതെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഈ തന്ത്രി കണ്ഠരര് രാജീവരുമായി ബന്ധപ്പെട്ട പണം നിക്ഷേപം, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ഇക്കാര്യവും കൂടി അതിന്റെ ലിങ്കിലേക്ക് വരികയാണ്.